ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഡ്രീംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു റെസിപ്പിയാണ്. അത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി. അത് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ 3 ഇൻഗ്രീഡിയൻറ്റും വെറും 3 മിനിറ്റ് കൊണ്ടും നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവക്കാഡോ ആണ്. അവക്കാഡോ ഫ്രൂട്ട് ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. ഇതിൽ ശരിക്കും ഒരു ബനാനയിലുള്ളതിനേക്കാളും കൂടുതൽ പൊട്ടാഷ്യം അവക്കാഡോയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരുപാട് ഫൈബർ ഉള്ള ഫ്രൂട്ടാണ് അവക്കാഡോ. അപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെയുള്ളത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിൽ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ് ഉള്ളവരൊക്കെ റെഗുലറായിട്ട് അവക്കാഡോ കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ. കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാൻ ഇത് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് എഗ്ഗാണ്. എഗ്ഗ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു അവക്കാഡോ, ഒരു എഗ്ഗ്, പിന്നെ ഒരു സ്ലൈസ് ബ്രെഡ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ടോസ്റ്റർ ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സാധാരണ കല്ലിലിട്ടിട്ട്, നമ്മൾ ദോശ ഉണ്ടാക്കുന്ന കല്ലിലിട്ടിട്ട് ചൂടാക്കി എടുത്താലും മതി. പിന്നെ എഗ്ഗ് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെക്കാം. നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്കിലേ നമുക്ക് ആ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുരുമുളകും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവക്കാഡോ ശരിക്കും അതിൻ്റെ ആ ഫ്ലഷ് ഉള്ളിലത്തെ ഇത് മാത്രം നമുക്ക് മാറ്റിയെടുക്കണം. കണ്ടില്ലേ, നമ്മളിങ്ങനെ ജസ്റ്റ് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് സ്പൂണിനെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ടൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോർക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതാണ് നമ്മൾ ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ലോണം സ്മാഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഫോർക്ക് കൊണ്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ സ്മാഷായി കിട്ടും. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അപ്പം നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രെഡിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കത് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് മുഴുവനായിട്ടും ഇതിലേക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു അവക്കാഡോൻ്റെ ഹാഫൊന്നും ഇതിലേക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് 2 സ്ലൈസിലേക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സ്പ്രെഡ് ചെയ്ത് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആ എഗ്ഗ്, നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗില്ലേ, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഇത്തിരിയും കൂടെ ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നമ്മളിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സോ എങ്ങനെയായാലും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് അവക്കാഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.